അതിന് പ്രധാനമായ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ശോധനക്കുറവുണ്ടെങ്കിലോ, ഉറക്കക്കുറവുണ്ടെങ്കിൽ, കാഴ്ചക്കുറവുണ്ടെങ്കിൽ, പിന്നെ സ്ട്രെസ്സ്, സ്ട്രെയിന്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ബി പി ലോ ആകുമ്പോൾ, ബി പി കൂടുമ്പോൾ, ഇതെല്ലാം പഠിച്ചിട്ടാണ് ഒരു തലവേദനയ്ക്ക് ചികിത്സിക്കാൻ പാടുള്ളൂ. എല്ലാ തലവേദനകൾക്കും പരിഹാരം ഒരു മരുന്നല്ല. അപ്പോൾ തലവേദനൻ്റെ കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കണം. ചില പല്ല് വേദനകളുണ്ടെങ്കിൽ പല്ലിന് മേലെ വഴി പല്ലിന് പഴുപ്പുണ്ടെങ്കിൽ കൃത്യമായി തലവേദന വരും. അപ്പം നമ്മൾ തലവേദനയ്ക്ക് കുറേ മരുന്ന് കഴിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പല്ലിൻ്റെ പഴുപ്പിന് ചികിത്സിക്കേണ്ടി വരും. പിന്നെ ഉറക്കക്കുറവുണ്ടെങ്കിൽ തലവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കേണ്ട, ഉറക്കക്കുറവ് പരിഹരിക്കണം. ഇങ്ങനെ കണ്ണിന് കാഴ്ചക്കുറവ്, അങ്ങനെ എന്താണ് പ്രശ്നം, നീരിറക്കമുണ്ടെങ്കിൽ, ചെവി വേദന, തൊണ്ടവേദന, മൂക്കടപ്പ്, ജലദോഷം, ഇതെല്ലാം വരുന്നതൊക്കെ തലവേദനയ്ക്ക് കാരണങ്ങളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ്. ഇതെല്ലാം കിട്ടിയിട്ട് വേണം തലവേദനയ്ക്കൊരു മരുന്ന് പറയാം. അല്ലാതെ നമ്മളൊരു ഇംഗ്ലീഷ് മരുന്ന് എടുത്ത് കൊടുത്ത് കഴിച്ച് വേദന മാറി തലവേദന പോയി എന്ന രീതിയിലല്ലല്ലോ വേണ്ടത്. പക്ഷേ പൊതുവേ നടക്കുന്ന തലവേദന സ്ട്രെസ്സും സ്ട്രെയിനും ആങ്സൈറ്റിയും കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മത്സരബുദ്ധിയും ഒരു ജീവിതത്തിൻ്റെ തിരക്കേറിയ ഒരു മത്സരത്തിൽ നമ്മൾ പല ആളുകളുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുക, നമ്മളെല്ലാത്തിനും മുകളിൽ നമ്മൾ ഒരു സമൂഹത്തിനിടയിൽ സമ്മർദ്ദം നേരിടുക. പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ജോലി ചെയ്യുന്നവനും മുതലാളിമാർക്കും തൊഴിലാളിമാർക്കും എല്ലാവർക്കും സമ്മർദ്ദങ്ങളാണ്. പണമുള്ളവൻ്റെ സമ്മർദ്ദം വേറൊന്ന്, പണമില്ലാത്തവൻ്റെ സമ്മർദ്ദം മറ്റൊന്ന്. ഉള്ള സമ്മർദ്ദമാണ് ഏറ്റവും വലിയ സമ്മർദ്ദം. അപ്പോൾ പണം കൂടുന്നതിനും തലവേദനയ്ക്കൊരു കാരണമാവും. അപ്പോൾ തലവേദന കുറക്കാൻ പണം കുറയ്ക്കുക നല്ലത്. ഇതെല്ലാം നമ്മൾ ഒരു ലോജിക്കായി ചിന്തിക്കുക. പിന്നെ നല്ല ദൈവഭക്തി ഉണ്ടാവുക, നല്ല മനസ്സമാധാനം കൊണ്ടു ജീവിക്കുക, നമുക്ക് അമിതമായ ആഗ്രഹങ്ങൾ കുറയ്ക്കുക, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക, അവരെ സഹാനുഭൂതിയോട് അവരെ സഹായിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തലവേദനകൾ കുറയും. ഞാനും എൻ്റെ ജീവിതവും എന്ന രീതിയിലുള്ളൊരു ഇടുങ്ങിയ മനോഭാവം മാറ്റിയിട്ട് നമ്മൾ വിശാലമായി ചിന്തിക്കുക, താഴേക്കുള്ളവനോട് അനുകമ്പപൂർവ്വമായി പെരുമാറുക, പോസിറ്റീവ് മൈൻഡ് വർദ്ധിപ്പിക്കുക, നെഗറ്റീവ് മൈൻഡ് കുറയ്ക്കുക. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കങ്ങനെ ശരിയല്ല, ഇങ്ങനെ പോരാന്നൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് എനർജി കുറയ്ക്കുക. എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം സമാധാനമാണ്, എല്ലാം എനിക്ക് നന്നായി നടക്കും, ഞാൻ ഇനിയും പഠിക്കും, ഇനിയും നന്നാവും, എൻ്റെ ജോലിയൊക്കെ ഇനി ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ശുഭാപ്തി വിശ്വാസം, അത് തലവേദന പരിഹരിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. തലവേദനയ്ക്ക് നമ്മൾ ഇതിനൊക്കെ സഹായിക്കാൻ വരുന്ന മരുന്നുണ്ട്. ന്യൂറോ ക്യാപ്സൂൾ 2 വീതം 2 നേരം, അപതന്ത്ര ഗുളിക 2 വീതം 2 നേരം. ഇത് പതിവായി കഴിക്കുകയാണെങ്കിൽ നല്ല തലവേദനകൾക്കൊക്കെ നല്ല പരിഹാരം കിട്ടുന്ന ഉത്തമ മരുന്നാണ്. പൂവാങ്കൂന്തൽ സമൂലം അരച്ച് ഉച്ചിയിൽ ഇട്ടുകൊള്ളുക. നമസ്കാരം. തലവേദനയ്ക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തലവേദന അതിൽ പ്രധാനമായ